പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ശുശ്രൂഷകളിൽ അനേക വർഷങ്ങളായി പങ്കുചേരുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് പ്രത്യേകം ഉണർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആത്മാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഇന്ന് കർത്താവ് അനേകം കുടുംബങ്ങളിൽ പ്രകടമായി ഇതൊരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കഠിന പാപത്തിരിക്കുന്ന, കഠിന ബന്ധനത്തിരിക്കുന്ന ആത്മാക്കളെ പാപത്തിൻ്റെ കെട്ടുകളഴിച്ച് മോചിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എത്രയോ ഒരുപാട് കാലങ്ങളായി വചനം കേട്ട് പ്രാർത്ഥിച്ച് കർത്താവ് ഇടപെട്ടില്ല. ആ വേദനയോടിരിക്കുന്നവർ മനസ്സ് തളരാതെ കർത്താവിൽ ശരണം വെച്ച് കർത്താവിനെ വിശ്വസിച്ച് വീണ്ടും പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. ഇന്ന് കർത്താവ് ഇടപെടാൻ കർത്താവ് നിങ്ങളുടെ വിശ്വാസം കണക്കിലെടുക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ ശനിയാഴ്ചയും അനേക വ്യക്തികളും കുടുംബങ്ങളും അഭിഷേകാഗ്നിക്ക് വേണ്ടി ഉപവാസം എടുക്കുന്നുണ്ട്, അഭിഷേകാഗ്നിക്ക് വേണ്ടി ത്യാഗം എടുക്കുന്നുണ്ട്. അനേക പതിനായിരങ്ങളുടെ ത്യാഗങ്ങളോടും ഉപവാസങ്ങളോടും കൂടെയാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. അനേകം ടീമംഗങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ, ഇത് നിങ്ങൾക്ക് കൃപയായി രൂപാന്തരപ്പെടും. ഈ നിമിഷങ്ങളിൽ ഞാൻ പ്രത്യേകം അനുസ്മരിക്കുന്നത് പടിക്കുവട്ടിൽ മാനുവൽ ചേട്ടൻ, അതുപോലെ പാമ്പയ്ക്ക് തോമസ് ചേട്ടൻ, സാബു ബ്രദർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ. അതിൽ മാനുവൽ പടിക്കുവട്ടിൽ സഹോദരൻ ഈ അഭിഷേകാഗ്നിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത സഹോദരനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കഴിഞ്ഞ ഡിസംബർ 25 രാത്രി മാനുവൽ സഹോദരൻ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് കൃതജ്ഞതാപൂർവം മനസ്സിൽ ഓർത്തുകൊണ്ട്, ഈ ടീമെല്ലാം ഓർത്തുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമുക്ക് എല്ലാ അധ്വാനിക്കുന്ന ശുശ്രൂഷകരുടെ കൂട്ടായ്മയും നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ ഓരോ കുടുംബത്തിനും ഇന്ന് അനുഗ്രഹമായി രൂപാന്തരപ്പെടും. അഭിഷേകത്തിന് കണ്ടൊരു കുടുംബം
അവർക്ക് ദൈവം കൊടുത്ത വലിയൊരു മാനസാന്തരത്തിൻ്റെ കൃപയെ വെളിപ്പെടുത്തുന്നത് ഈ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ നിങ്ങളുടെ അട്ടപ്പാടി വന്ന് പറഞ്ഞ സാക്ഷ്യം നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജോളി എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ പോന്നൂരാണ് എൻ്റെ വീട്. തൃശ്ശൂർ ജില്ലയിലെ പോന്നൂരാണ് എൻ്റെ വീട്. 18 വർഷം മുപ്പാട് സേവർ വട്ടിലച്ഛൻ്റെ അടുത്ത് വന്ന് ധ്യാനം കൂടി, ഒരാഴ്ച ധ്യാനം കൂടി. എനിക്കന്ന് പുകവലി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. 18 വർഷം മുമ്പാണ് ധ്യാനം കൂടി അല്ലേ? ധ്യാനം കൂടി, അവിടെ ധ്യാനം കൂടി, അട്ടപ്പാടി ധ്യാനം കൂടി. ആദ്യകാലത്തെ കഷ്ടം. അപ്പോൾ അച്ഛൻ എൻ്റെ പോക്കറ്റൊക്കെ പിടിച്ചു. അപ്പോൾ തീപ്പെട്ടി എടുത്തു. പുകവലി തീപ്പെട്ടി ഇട്ടിട്ടാണ് ധ്യാനം കൂടെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് പുകവലി അതോടുകൂട്ടി അന്നത്തോടുകൂടി നിർത്തി. 18 വർഷം കഴിഞ്ഞു. തീർന്നു. പിന്നെ അച്ഛൻ ചോദിച്ചു, എന്നോട് മദ്യപാനം ചോദിച്ചപ്പോൾ കുറേശ്ശെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം 5-6 വർഷത്തിൻ്റെ ഉള്ളിൽ അത് നിന്നു. മദ്യപാനം ഇല്ല. ഇപ്പോൾ ഈ വർഷമാകുമ്പോൾ 18 വർഷമായി. പിന്നെ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല. 5-6 വർഷം മദ്യപാനം ഉണ്ടായിരുന്നു, അത് നിന്നു. പിന്നെ ഈശോയ്ക്ക് നന്ദി. ആ ധ്യാനം കൂടുമ്പം പുകവലി ചേച്ചി പറഞ്ഞ ശരിക്കും നല്ല പുകവലിയായിരുന്നു. നല്ല പുകവലിയാണ്. 10-60 ബീഡി സിഗരറ്റൊക്കെ വലിക്കും ഒരു ദിവസം. 10-60 ബീഡി സിഗരറ്റ്, പിന്നെ വലിക്കാൻ കിട്ടുന്ന സാധനം എല്ലാം അതിൽ ഹരമായിട്ട് വലിക്കും. അതായിരുന്നു ആ ധ്യാനം കൂടും. അതാണ് പോക്കറ്റ്. ധ്യാനം കൂടുമ്പോൾ തന്നെ ബീഡി മുറിയിലും തീപ്പെട്ടി പോക്കറ്റിലും. അപ്പോൾ ധ്യാനത്തിനിടയിൽ അച്ഛൻ നോക്കുമ്പോൾ തീപ്പെട്ടി. അപ്പോൾ അച്ഛൻ അത് പറഞ്ഞു, ഈ തീപ്പെട്ടി എന്തിനാ അതെന്ന് പറഞ്ഞ് തീപ്പെട്ടി മേടിച്ചു അല്ലേ? ആ ബക്കറ്റ്, ധ്യാനത്തിൻ്റെ അന്നത്തെ ബക്കറ്റ് ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ തീപ്പെട്ടി എല്ലാവരും ബക്കറ്റ് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ആ തീപ്പെട്ടി മേടിച്ച് ബക്കറ്റ് കിട്ടും. അതിനുശേഷം യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് പുകവലി ഉണ്ടായിരുന്ന ആളാണ്. ആ ധ്യാനത്തോടുകൂടെ കർത്താവ് പുകവലി മാറ്റി, അത്ഭുതം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആ തീപ്പെട്ടി ഇരിക്കണ തീപ്പെട്ടി എടുത്ത സമയത്താണ് അദ്ദേഹത്തിന് ഡെലിവറൻസ് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഈ സമയം നമ്മൾ കർത്താവിൻ്റെ ശക്തമായ കൃപ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒറ്റ സെക്കൻഡ് മതി ആത്മാക്കളെ രൂപാന്തരപ്പെടുത്താൻ. കഠിന അനേക വർഷങ്ങളായി പാപബന്ധനത്തിന് ആത്മാക്കളെ ഒറ്റ മിനിറ്റ് മതി കൃപ കൊണ്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി. ദുഃഖത്തിൻ്റെ വിലാപ വസ്ത്രം അഴിച്ചു മാറ്റി സ്തുതിയുടെ മേലങ്കി കൊണ്ട് ധരിപ്പിക്കാൻ ഒറ്റ മിനിറ്റ് മതി കർത്താവിന്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക നാളുകളായുള്ള പാപബന്ധനങ്ങൾ, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഹൃദയം കഠിനമായിരിക്കുന്ന അവസ്ഥകൾ, വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥകൾ, ഈ ഒരു സെക്കൻഡിൽ കർത്താവിൻ്റെ കൃപ ഒഴുകി അത് വ്യത്യാസം വരട്ടെ. 2 കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കാം. രോഗികളെല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ബാലിക ബാലന്മാർ പ്രാർത്ഥിക്കുക. ഓൾ ചിൽഡ്രൻ പ്ലീസ് കം ആൻഡ് ജോയിൻ ടുഗദർ. Pray, pray, pray. Hallelujah, hallelujah, hallelujah. ശക്തി ആത്മാക്കളെ പ്രവഹിക്കുന്ന കർത്താവേ, വലിയ കൃപയായത് മാറട്ടെ കർത്താവേ, വലിയ അത്ഭുതങ്ങളായത് മാറട്ടെ കർത്താവേ, ദൈവത്തിന്റെ വെളിപ്പെടുത്തലായത് മാറട്ടെ കർത്താവേ, ദൈവത്തിന്റെ അത്ഭുത ശക്തിയായ അത്ഭുത വിടുതലായത് മാറട്ടെ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകൾ അഴിഞ്ഞു വീഴും. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകൾ അഴിഞ്ഞു വീഴും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് അഭിഷേകം വർഷിക്കണമേ. അഭിഷേകം, നിലവിളിന്റെ അഭിഷേകം, അഭിഷേകം, അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഹൃദയങ്ങൾ തുറക്കുന്ന കർത്താവേ, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം,
അന്ത്യകാലത്ത് സർവ ജനത്തിന്മേലോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനിക്കുന്ന ആത്മാക്കൾ, വേദനിക്കുന്ന കുടുംബങ്ങൾ, വേദനിക്കുന്ന ഹൃദയങ്ങൾ നിലവിളിക്കുന്നു. അപ്പാ, അപ്പാ, അപ്പാ. ധീരത്വം മാറട്ടെ, ധൈര്യം നിറയട്ടെ, തടകദോഷങ്ങൾ മാറട്ടെ, വിശുദ്ധി നിറയട്ടെ, പാപച്ചങ്ങല പൊട്ടട്ടെ, തടവറകൾ ഭേദിച്ച് ആത്മാക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. അലസത മാറട്ടെ, ക്ഷീണം മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പിശാചിന്റെ ബാധകൾ നീങ്ങട്ടെ, ഭയം വിട്ടുപോകട്ടെ, സംശയരോഗങ്ങൾ മാറട്ടെ. Glory, 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 glory. Hallelujah, 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 hallelujah. Aradhana, aradhana, aradhana. Shiva aradhana, aradhana. Shiva aradhana, aradhana. Hallelujah, hallelujah. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്നത്തെ ഈ ശുശ്രൂഷയെ കൂടുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും പരിശുദ്ധാത്മാവെ അങ്ങേക്ക് അടിമ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് രാജാവായി കുടുംബങ്ങളിൽ വരണമേ, അവിടുന്ന് രാജാവായി ഹൃദയങ്ങളിലേക്ക് വരണമേ, വചനങ്ങൾ വ്യാഖ്യാനിക്കണമേ, ദൈവരാജ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നവനായ ദൈവമേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, Praise the Lord. Praise the Lord. Hallelujah. 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ ശ്രദ്ധിക്കാൻ പോകുന്ന വിഷയം രാവിലെ വിതയ്ക്കുക, വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എന്നെയും നിങ്ങളെയും തൊട്ട് പറയുകയാണ്, നീ അലസത പിടിച്ചിരിക്കരുത്, നീ മടി പിടിച്ചിരിക്കരുത്, നീ കുറേ അധ്വാനിച്ചു, അതിനുശേഷം നീ കുറച്ച് വിശ്രമിക്കാം എന്ന് ചിന്തിക്കരുത്. രാവിലെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. കാരണം ഏതാണ് സഫലമാകുക, ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അച്ഛൻ അട്ടപ്പാടിയിലെ ശുശ്രൂഷകരെ കുറിച്ച്, ഉദാഹരണത്തിന് ഗാന ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകർ, അല്ലെങ്കിൽ ഇവിടെയുള്ള ബെനീറ്റാമ്മ, അതുമല്ലെങ്കിൽ ഇവിടെയുള്ള സാംസണച്ചൻ, ഞാൻ അട്ടപ്പാടിയിൽ കർത്താവ് കരുണയോടെ സഹപ്രവർത്തകരായി നൽകിയ, അല്ലെങ്കിൽ ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നവർ, ഇവരൊക്കെ അർദ്ധരാത്രിക്ക് വിളിച്ചാൽ റെഡി റെഡി അവർ റെഡി എന്ന് പറഞ്ഞാൽ അവർ ചാടി വരും. അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്താണ് ശുശ്രൂഷ, 3 മണിക്ക് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ റെഡി, രാത്രി മുഴുവൻ ശുശ്രൂഷ റെഡി, അഭിഷേകനിക്ക് വേണ്ടി റെക്കോർഡിങ് വെളുപ്പിന് 5 മണി തൊട്ട് രാത്രി 10 മണി വരെ റെഡി. സമയം നോക്കുന്നില്ല, സമയം അല്ലെങ്കിൽ വിശ്രമം നോക്കുന്നില്ല, ഭക്ഷണം നോക്കുന്നില്ല, കഠിനാധ്വാനം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ആളുകളും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അച്ഛാ അവിടെ അച്ഛൻ ഇങ്ങനെ ഈ ശുശ്രൂഷയുടെയൊക്കെ വിജയത്തിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ പല സീക്രട്ടുകൾ അട്ടപ്പാടിയിലുണ്ട്. അതിലൊരു സീക്രട്ടാണ് ഇന്ന് പറയണത്, കഠിനാധ്വാനം ചെയ്യുക. വലിയ കൃപ ആവശ്യമില്ല, വലിയ തരത്തിലുള്ള വലിയ മികവും വലിയ സ്കില്ലും വലിയ തരത്തിലുള്ള വൈഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ വെറുതെ ഇരിക്കേണ്ടി വരും. എന്നാൽ ഒരു ചെറിയ പൊടിക്രമയുള്ളെന്ന് വിചാരിക്കുക, ആ പൊടിക്രമ വെച്ച് മാക്സിമം അധ്വാനിച്ചാൽ കർത്താവ് അവരുടെ കൂടെ നിൽക്കും. അവരുടെ കൂടെ നിന്നിട്ട് ആ വലിയ കൃപയുള്ളവർ കൃപയും കൂടെ എടുത്ത് ഇവർക്ക് അങ്ങോട്ട് കൊടുക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, പാവപ്പെട്ട ശുശ്രൂഷകർ, പാവപ്പെട്ട എളിയ മക്കൾ, അവർ വേറെ വലിയ മികവൊന്നുമില്ല, വലിയ തരത്തിലുള്ള വലിയ അത്യുന്നതം, എല്ലാവരും വലിയ ശ്ലാഘനീയമായ പ്രശംസാർഹമായ മേന്മയൊന്നുമില്ലാത്തവർ, അവർ വന്ന് അവർ ചെയ്യണം എന്താ, അവർ ഭക്ഷണശാല വേണമെങ്കിൽ അടുക്കള വേണമെങ്കിൽ അടുക്കള, ഭക്ഷണശാല വേണമെങ്കിൽ ഭക്ഷണശാല, അതും അല്ലെങ്കിൽ ക്യാമറ ആണെങ്കിൽ ക്യാമറ, എന്താണ് അച്ഛൻ പറയണത് അതങ്ങോട്ട് കഠിനമായിട്ട് അങ്ങോട്ട് നടപ്പാക്കുകയാണ്.
അതിനുവേണ്ടിയുള്ള അധ്വാനം അവർ കണക്കാക്കുന്നില്ല. അവർ ദൈവത്തിന് കൊടുക്കുമ്പോൾ കണക്കെഴുതി വെക്കുന്നില്ല. ദൈവത്തിന് അങ്ങോട്ട് സമൃദ്ധമായിട്ട് അങ്ങോട്ട് അധ്വാനിക്കുകയാണ്. എന്താ അതുകൊണ്ട് എന്തുണ്ടായി ഗുണം? ദൈവം അവരുടെ മേൽ കൃപ അങ്ങോട്ട് കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അതുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം. കൃപ വർദ്ധിക്കാൻ വേണ്ടി എന്തു ചെയ്യണം? കൃപ വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ വലിയ മികവുറ്റൊരു കൃപ കിട്ടട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കേണ്ട. ഒരു പൊടി കൃപയായിരിക്കും, ഒരു കുഞ്ഞു കൃപയായിരിക്കും. ഒരു പക്ഷേ ഒന്ന് ചിരിക്കാനുള്ള കൃപ, ഒരു പക്ഷേ ഒന്ന് എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു കുഞ്ഞാഗ്രഹം. അതിന് വെച്ച് നിങ്ങളങ്ങോട്ട് അധ്വാനിക്കുക, കഠിനമായി അങ്ങ് അധ്വാനിക്കുക. ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞ് വീണ്ടും കഠിനമായി അധ്വാനിക്കുക, മടുപ്പില്ലാതെ അധ്വാനിക്കുക, നിർത്താതെ അധ്വാനിക്കുക. അത്രയ്ക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും എന്ന് നമ്മുടെ കർത്താവ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാന വചനത്തിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 14 തൊട്ട് 18 വരെ വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 25 വേഴ്സസ് 14 to 18. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. കൃപയൊക്കെ അങ്ങനെയാണ്, ശുശ്രൂഷ അങ്ങനെയാണ്. ശുശ്രൂഷ ആർക്കാണ് കിട്ടുന്നത്? ഇത് വായിച്ചാൽ മനസ്സിലാവും. തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവൻ 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്തതിന് ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് കിട്ടിയവൻ ഉടനെ പോയി വ്യാപാരം ചെയ്തു. 5 കൂടെ അപ്പം തന്നെ കഠിനാധ്വാനം തുടങ്ങി. ഉടനെ പോയി അവർ അധ്വാനിക്കാൻ തുടങ്ങി, കഠിനമായി ചത്ത് പണിയെടുക്കാൻ തുടങ്ങി. 5 താലന്ത് കിട്ടിയവൻ ഉടനെ പോയി 5 കൂടെ സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവൻ ഉടനെ പോയി ചത്ത് പണിയെടുത്ത് 2 കൂടി, അതിന് അത്രയും കഴിവൊന്നുമില്ല, അതുകൊണ്ട് 3 ഇരട്ടി ചത്ത് പണിയെടുക്കേണ്ടി വന്നു. 2 കൂടി സമ്പാദിച്ചു. എന്നാൽ 1 താലന്ത് ലഭിച്ച ആ എളിയ പൈതൽ, 1 താലന്ത് ലഭിച്ചവൻ അവനെന്ത് ചെയ്തു? പാവം. അതിന് വലിയ അതിനൊരു പ്രത്യേക ഒരു ഫിലോസഫിയാണ് അവനുള്ളത്. അവൻ പോയി നിലം കുഴിച്ച് യജമാനൻ്റെ പണം അതിനകത്ത് കുഴിച്ചിട്ടു, അതിനകത്ത് മറച്ചു വെച്ചു. ഇതാണ് ഉണ്ടായത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ഏറെ കാലത്തിന് ശേഷം യജമാനൻ മടങ്ങി വന്ന് കണക്ക് തീർക്കാൻ തുടങ്ങി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 28, 29, 30 വാക്യങ്ങൾ. 28, 29, 30. മാത്യു 25, 28 to 30. അപ്പോൾ എല്ലാവരും വന്ന് കൊടുത്തു. അപ്പോൾ 1 താലന്ത് കിട്ടിയ ആൾ വന്നിട്ട് പറഞ്ഞു, യജമാനനെ, എനിക്കൊന്നുമില്ല, നീ തന്നതുപോലെ തന്നെ ഇരിപ്പുണ്ട്, അത് ഞാൻ തിരിച്ചു തരിക എന്ന് പറഞ്ഞ് ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഈ യജമാനൻ പറയാണ്, വേദനിക്കുകയാണ്. യജമാനൻ പറയാണ്, ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. കൃപ വർദ്ധിക്കാനുള്ള വഴിയാണ് കഠിനാധ്വാനം ചെയ്യുക. വെറുതെ ചത്ത് പണിയെടുത്തോ, വേറെ ഒന്നും വേണ്ട, ചത്ത് പണിയെടുത്തോ, നിങ്ങൾക്ക് ഇരട്ടിയാവും. മറ്റുള്ളവരെ കൂടെ നിങ്ങൾക്ക് കിട്ടും. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും. അതാണ് കാര്യം. ഉള്ളവനെന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുന്നവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇത് നിങ്ങൾ എഴുതി വെച്ചോ. കഠിനാധ്വാനം ചെയ്യുന്നവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും. അവൻ സമൃദ്ധി. വെളുപ്പനെ എഴുന്നേൽക്കുക, അർദ്ധരാത്രി പണിയെടുക്കുക, വെളുപ്പാങ്കാലത്ത് പണിയെടുക്കുക, ഉച്ചയ്ക്കും പണിയെടുക്കുക, രാത്രിക്കും പണിയെടുക്കുക. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അട്ടപ്പാടിയുടെ ഒരു സീക്രട്ടാണിത്. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെയുള്ള ശുശ്രൂഷകർ, നിങ്ങൾ കിച്ചണിൽ പോയി നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ ഭക്ഷണശാലയിൽ പോയി നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ വചന ഹോളിൽ ചെന്നോട്ടെ, ഗാനശുശ്രൂഷയ്ക്ക് ചെന്നോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇപ്പോൾ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അച്ഛന്മാരായിക്കോട്ടെ, കഠിനമായി ചത്ത് പണിയെടുക്കുക. വലിയ കൃപയൊന്നും ഉണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഈശോ ഒരു പൊടി കൃപയായിരിക്കുന്നത്, ഒരു ചെറിയ കുഞ്ഞു കൃപയായിരിക്കും. എന്താ, ഒരു കൊന്തയിലാണ് കൃപയായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ആളുകളുടെ ബാഗൊന്ന് പിടിക്കാനുള്ള കൃപയായിരിക്കും. അത് പലർക്കും നിസ്സാരമാണ്, പക്ഷേ അട്ടപ്പാടിക്ക് സംബന്ധിച്ച് നിസ്സാരമല്ല, അത് വലിയൊരു കൃപയാണ്. ആളുകൾ വരുമ്പോൾ അവരുടെ ബാഗൊന്ന് പിടിക്കുക വലിയൊരു കൃപയാണ്. അല്ലെങ്കിൽ ആ ആളുകൾ വരുമ്പോൾ അവർ ഭക്ഷണം കഴിച്ച പാത്രം ഒന്ന് കഴുകി വെക്കാനുള്ളൊരു കൃപ. എൻ്റെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞൊരു പൊടി കൃപയായിരിക്കും. ആ കൃപ ഇങ്ങനെ അങ്ങോട്ട് സ്നേഹിച്ചങ്ങോട്ട് എടുത്തിട്ട് അതിനുവേണ്ടി ചത്ത് വർക്ക് ചെയ്യുകയാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ, പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? പിന്നെ ഈ ബ്രദർമാർ വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി,
പിന്നെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇവർ കൃപയുള്ളവരോ ദർശനപരമുള്ളവരോ വലിയ മിറക്കിൾ വർക്കിംഗ് ഗിഫ്റ്റ് ഉള്ളവരൊന്നും അല്ല. ഇവർ എന്താ ബാഗ് പിടിക്കാനൊരു കൃപയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അതുമല്ലെങ്കിൽ വരുന്ന ആളുകൾ വരുമ്പോൾ അവരെ കസേര ഇട്ടത് ഈ കസേര ഇരുന്നോ എന്ന് പറയാനുള്ള കൃപയെ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവരത് രാത്രിയും പകലില്ലാതെ ചത്ത് പണിയെടുത്തു. അവർക്ക് കിട്ടിയതിന് ചത്ത് പണിയെടുത്തപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് അലസരായിരുന്നവരുടെ കൃപയെല്ലാം എടുത്ത് കൊടുത്തപ്പോൾ എന്തായി? നല്ല ദർശനവരങ്ങൾ, നല്ല രോഗശാന്തി വരങ്ങൾ, നല്ല കൃപാവരങ്ങൾ, നല്ല അത്ഭുത പ്രവർത്തന വരങ്ങൾ, ഗിഫ്റ്റ് ഓഫ് പ്രോഫസി എല്ലാവരും അങ്ങോട്ട് തെളിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അനേക കോഴ്സുകളും അനേക സെമിനാറുകളും കൂടിയിട്ടല്ല അട്ടപ്പാടിയിലെ എളിയ പാവപ്പെട്ട മക്കളിൽ കൃപ തെളിഞ്ഞത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യങ്ങളാണ്. അവർ ചത്തു പണിയെടുക്കും. അവർ സമയം നോക്കിയല്ല. അവർ വേറെ ഒന്നിനെക്കുറിച്ച് ഒറ്റ കാര്യം ചിന്തിക്കണം. കർത്താവിന് വേണ്ടി വേല ചെയ്യണം, കർത്താവിൻ്റെ വയലിൽ വേല ചെയ്യണം. അവർ വേല ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രസംഗമൊന്നുമല്ല. ഈ ബാഗ് മേടിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഈ ഒരു ചെറിയ കാര്യമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കണ്ട് വെളുപ്പിന് 3 മണിക്ക് നിന്ന് ആളുകളെ കണ്ട് പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ. വെളുപ്പിന് 3 മണിക്ക് വലിയ മിറക്കിൾ വർക്കിംഗ് ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ കർത്താവ് അവിടെ ചെയ്യുന്ന അവിടെ ഇങ്ങനെ 3 മണിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ആകാശം തുറക്കുകയും ഇടിമുഴക്കുണ്ടാകുക, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്ന അരുളപ്പാടുണ്ടാകുന്ന ഒരു വലിയ പ്രകടമായ ഒരു അത്ഭുതമൊന്നും അവിടെ ആ സമയത്ത് കാണുന്നില്ല. പക്ഷേ ആ തണുപ്പ് സഹിച്ച്, ആ കൊടും തണുപ്പ് സഹിച്ച്, ആ കാറ്റ് സഹിച്ച്, ആ മഞ്ഞ് സഹിച്ച് ആളുകളെ കാണുന്നു, ആളുകളെ സ്വീകരിക്കുന്നു. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് ഈ വെള്ളിയാഴ്ചയൊക്കെ വരുന്നവർ സ്വീകരിക്കാൻ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ശുശ്രൂഷകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മേഖലയിലുള്ളവർ. അതുകൊണ്ട് അവരുടെ അതെനിക്ക് ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ, അട്ടപ്പാടി ശുശ്രൂഷകരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് എന്ന പൂർവ്വപിതാവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വചനഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, 31-ാം അധ്യായം 40-41 വാക്യങ്ങൾ. യാക്കോബ് തന്നെ യാക്കോബിന് അനുഭവം പറയുകയാണ്. യാക്കോബ് പറയുകയാണ്, എൻ്റെ സ്ഥിതി അതായിരുന്നു. പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു. ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയാകുന്നു. പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു. ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. നമുക്ക് വേണ്ടത്ര വിശ്രമമോ വേണ്ടത്ര ഭക്ഷണമോ ഇതൊന്നുമില്ല, അങ്ങോട്ട് ചത്ത് പണിയെടുക്കുക. അങ്ങനെ കർത്താവിൻ്റെ സന്നിധി അങ്ങോട്ട് വേല ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? അവിടെ നിന്ന് മേൽക്ക് കൃപ നൽകി അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 മക്കബായർ 3-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതമുണ്ട്. പ്രവർത്തനങ്ങളിൽ ദൈവദാസനെ കുറിച്ച് പറയുകയാണ്, പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു, ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുക്രയിടുക എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. ഷൗട്ട് ചെയ്യുക എന്നുള്ളതല്ല, കുറേ തടിമാടനെ നിൽക്കുക എന്നുള്ളതല്ല. ഈ ഇരയ്ക്കായി അലറുന്ന സിംഹക്കുട്ടിയെ പോലെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇരയ്ക്കായി അലറുന്ന സിംഹക്കുട്ടി എന്താണ്? ഇരയ്ക്കായി അലറുന്ന സിംഹക്കുട്ടിയെ പോലെയുള്ള ഒരു ശുശ്രൂഷകൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളുടെ ജീവിതത്തിലേക്ക് പോകാം. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളുടെ ജീവിതത്തിൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളുടെ ചരിത്രം ഇംഗ്ലീഷിൽ ഒരു പുസ്തകമുണ്ട്, വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളുടെ ജീവചരിത്രത്തിൻ്റെ പുസ്തകം. ആ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഈ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ അർദ്ധരാത്രി 12 മണി വരെ പ്രാർത്ഥിക്കും. അതിനുശേഷം ഒരു 2 മണിക്കൂർ മാത്രമേ ഉറങ്ങുള്ളൂ. പിന്നെ 2 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥന. 3 മണിയാകുമ്പോൾ വീണ്ടും കുമ്പസാരക്കൂട്ടിലേക്ക് പോകും. ഇങ്ങനെ കഠിനമായി അധ്വാനിക്കുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ. ഈ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ അതിനുശേഷം ഭക്ഷണശാലയിൽ ചെന്ന് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് വേഗം പുറത്തേക്ക് പോകും. ചിലപ്പോൾ ഈ വിയാനി പുണ്യാളൻ എന്ത് ചെയ്യും? ഒരു വലിയ കലം എടുത്തിട്ട് ചിലപ്പോൾ മിക്കവാറും എല്ലാ ആഴ്ചയിലും ഒരാഴ്ചയ്ക്കുള്ള ഉരുളക്കിഴങ്ങ് ഒന്നിച്ച് പുഴുങ്ങി അങ്ങോട്ട് വെക്കും. എന്നിട്ട് വന്നിട്ട് 1-2 കഴിച്ചിട്ട് വേഗം പോകും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി. അവർ 2, 3, 4, 5, 6 ദിവസം കഴിയുമ്പോൾ ആ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, രുചിയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവ് എന്താ പറയണത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ബലിയായി നിരന്തരം തന്നെ ഒരു ബലിയായി കൊടുക്കുകയായിരുന്നു. ഉറക്കമില്ല, ഭക്ഷണമില്ല, താമസിക്കാൻ അധികം സൗകര്യങ്ങളില്ല. അങ്ങനെ പക്ഷേ കഠിനാധ്വാനം. ഇങ്ങനെ അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു.
അങ്ങനെ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്നാൽ ശുശ്രൂഷയിലൊരു സന്തോഷം വരണ്ടേ? വചനം പ്രസംഗിക്കുന്നു, എല്ലാവരും കരഞ്ഞു മാനസാന്തരപ്പെടുകയാണെങ്കിൽ നമുക്കൊരു അങ്ങനെയെങ്കിലും ഒരു സന്തോഷം കിട്ടണ്ടേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഈ വിയാനി പുണ്യാൾ ചെന്ന് പ്രസംഗിക്കുമ്പം, ഈ വിയാനി പുണ്യാൾ ചെന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ആളുകളെല്ലാം തല കുമ്പിട്ട് കിടന്നുറങ്ങും. ചിലർ പറയും, ഇതുപോലൊരു അറുപോറൻ അച്ഛനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഈ അച്ഛനെ നേരെ ചെന്ന് പറയും, അച്ഛന് വല്ലയിടത്തുനിന്ന് പോയിക്കൂടെ എന്ന് പറഞ്ഞ് അച്ഛനെ അവിടെ നിന്ന് ബിഷപ്പ് ഹൗസിലേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ, ഈ അച്ഛനെ ഇവിടെ നിന്ന് ഇരുത്തി പൊറിപ്പിക്കില്ലെന്ന് പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിയിരുന്ന ഒരു കൂട്ടം ആളുകൾ ആഴ്ചയിലുണ്ടായിരുന്നു. അതുപോലെ ഈ അച്ഛനെതിരെ എല്ലാ തര തിന്മകളും ആരോപിച്ചു. ഈ പള്ളിയുടെ തൊട്ടടുത്തൊരു പെൺകുട്ടി ഗർഭിണിയായി. അപ്പോൾ ആ പെൺകുട്ടി ചെന്ന് പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, ഈ പള്ളിയിലെ വിയാനി അച്ഛനാണ് ഇതിൻ്റെ കാരണക്കാരൻ. ആളുകളെല്ലാം കൂടെ ഇളകി വശായി. എൻ്റെ പ്രിയപ്പെട്ട ഇതെല്ലാം. അപ്പോൾ ഈ അർദ്ധരാത്രിയിൽ അർദ്ധരാത്രി മാത്രമല്ല, എല്ലാ സമയത്തും വിയാനി പുണ്യാളൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, ഇതിൽ കൂടുതൽ ഞാൻ സഹിക്കും, ഇതിൽ കൂടുതൽ ഞാൻ സഹിച്ചോളാം, എനിക്കൊരു കാര്യം ചെയ്തു തന്നാൽ മതി. കൺവേർഷൻ ഓഫ് മൈ പീപ്പിൾ, എൻ്റെ ജനത്തിൻ്റെ മാനസാന്തരം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, എനിക്കത് മതി കർത്താവേ. എനിക്ക് സൽപ്പേരോ സ്ഥാനമാനങ്ങളോ ജനങ്ങളുടെ ബഹുമതിയോ ജനങ്ങളുടെ പിന്തുണയോ ജനങ്ങളുടെ കയ്യടിയോ ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കൺവേർഷൻ ഓഫ് മൈ പീപ്പിൾ, പാപികളുടെ മാനസാന്തരം. അങ്ങയുടെ സന്നിധിയിൽ ഇവരുടെ ആത്മാക്കൾ ശുദ്ധിയുള്ളതായി വെടിപ്പോടെ സമർപ്പിക്കാൻ ഈ ജനത്തിൻ്റെ മേൽ കൃപയുടെ മാനസാന്തരത്തിന് കൃപ അങ്ങ് വർഷിക്കണമേ. അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കും. അദ്ദേഹം ബിറ്ററായി കരയുമെന്ന് പറയണത്. രാത്രി കാലങ്ങളിൽ അദ്ദേഹം ബിറ്ററായി കരഞ്ഞ് കർത്താവിനോട് അപേക്ഷിച്ചിരുന്നു. പാപികളുടെ മാനസാന്തരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ അതിൻ്റെ റിസൾട്ട് ഉണ്ടായത്? കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് വലിയ കൃപ, വലിയ ദർശന വരമോ വലിയ അത്ഭുത പ്രവർത്തന വരമോ അങ്ങനെയൊന്നുമല്ല, കഠിനാധ്വാനം, ചത്തു പണിയെടുക്കുക. ഇതായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളിൽ ആഴ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. പാരീസ് മാത്രമല്ല, ഫ്രാൻസിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഈ ആഴ്സിലേക്ക് വരികയാണ്. വലിയ പ്രസംഗം കേൾക്കാൻ വേണ്ടിയല്ല, വലിയൊരു മനുഷ്യനെ, വലിയൊരു സുന്ദരനെ കാണാൻ വേണ്ടിയല്ല, വലിയൊരു മികവുള്ള ഒരു നടനെ കാണാൻ വേണ്ടിയല്ല, വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ല. ഈ കഠിനാധ്വാനം ചെയ്ത് എല്ലും തോലുമായിരിക്കുന്ന, രോഗിയായിരിക്കുന്ന ഈ മെലിഞ്ഞ കൃശഗാത്രനായ ഈ കർത്താവിൻ്റെ ദാസൻ അതാ കുമ്പസാരക്കൂട്ടി ഇരിക്കുകയാണ്. കാലെല്ലാം മരച്ച് ഐസ് പോലെ ആയിരിക്കുകയാണ് ആ കൊടുന്തണുപ്പത്ത്. അവിടെ നീണ്ട ക്യൂ ആണ്, ആഴ്ചകളോളം നിൽക്കുകയാണ് ദൈവത്തിൻ്റെ ജനം. ഒരു വാക്ക് കേൾക്കാൻ, ഒരു ആശീർവാദം സ്വീകരിക്കാൻ, ഒന്ന് കുമ്പസാരിക്കാൻ, അനുതാപം കൊണ്ട് ഹൃദയത്തെ ഒന്ന് കഴുകാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ സ്പെഷ്യലായിട്ട് ട്രെയിൻ തന്നെ, ഒരു യാത്രാ സൗകര്യം തന്നെ ഗവൺമെൻറ് അങ്ങോട്ട് ആഴ്സിലേക്ക് ക്രമീകരിച്ചു എന്ന് ചില ജീവഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ അച്ഛൻ വായിച്ചത് ഓർമ്മിക്കുകയാണ്. അത്രമാത്രം ജനങ്ങൾ ആഴ്സിലേക്ക് അങ്ങോട്ട് പ്രവഹിക്കാൻ തുടങ്ങി. എന്നാൽ ആദ്യകാലത്ത് എന്തായിരുന്നു? കഠിനാധ്വാനം അതുമാത്രം. കഠിനാധ്വാനം. ആകെ ചെറിയൊരു കൃപയല്ലോ, കുമ്പസാരിപ്പിക്കാൻ ഒരു കൃപ, അല്ലെങ്കിൽ ജനങ്ങളെ സ്നേഹിക്കാൻ ഒരു കൃപ, ഒരു കുഞ്ഞു കൃപ. ആ കൃപ വെച്ച് അങ്ങോട്ട് അധ്വാനിക്കുകയാണ്, ചത്തു പണിയെടുക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം, 11-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. അതാകട്ടെ നന്നാകട്ടെ, കൃപ തെളിയട്ടെ, ദർശനം കിട്ടട്ടെ, പിന്നെ രോഗികൾ സുഖം പ്രാപിക്കുന്ന വലിയ കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ഞാൻ ശുശ്രൂഷ ചെയ്യാം, ഞാൻ അധ്വാനിക്കാമെന്ന് വിചാരിക്കരുത്. കാറ്റ് നോക്കിയിരിക്കുന്നവൻ മേഘങ്ങളെ നോക്കിയിരിക്കുന്നത് കൊയ്യുകയോ ഇല്ല. എന്തു ചെയ്യണം? ഒരു പൊടി കൃപയുണ്ട്, ഒരു കുഞ്ഞു കൃപയുണ്ട്, അതുപോലെ ചാടി ഇറങ്ങുക, കർത്താവിൻ്റെ വയലിലേക്ക് ചാടി ഇറങ്ങുക, നന്നായിട്ട് ചത്ത് പണിയെടുക്കുക. നിൻ്റെ മേൽ ഒരുപാട് കൃപകൾ കർത്താവ് കൊണ്ടുവന്ന് നിക്ഷേപിക്കും. കർത്താവിൻ്റെ കൃപ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. സഭാപ്രസംഗൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം കർത്താവ് ഓരോ ആത്മാവിനെ തൊട്ട് പറയുകയാണ്, നീ രാവിലെ വിതയ്ക്കണം, ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ നീ വിതയ്ക്കണം, നീ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നീ അധ്വാനിക്കണം, നീ യുവാവായിരിക്കുമ്പോൾ നീ കോളേജിൽ പഠിക്കുമ്പോൾ നീ അധ്വാനിക്കണം, നീ വീട്ടിൽ അധ്വാനിക്കണം, കോളേജിൽ അധ്വാനിക്കണം, ബസ്സിൽ വെച്ച് അധ്വാനിക്കണം, നീ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നീ വേല ചെയ്യണം. നീ രാവിലെ വിതയ്ക്കുക, വൈകുന്നേരവും കൈ പിൻവലിക്കും. നിനക്ക് വയസ്സാകും, നിനക്ക് പ്രായമാകും, നിനക്ക് രോഗമാകും, നിനക്ക് വയ്യാത്ത അവസ്ഥ വരും, വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. കാരണം ഏതാണ് സഫലമാകുക? ഇതോ
അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അട്ടപ്പാടി ശുശ്രൂഷ അനേക ശുശ്രൂഷകരിൽ കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന സീക്രട്ട് അവരുടെ കഠിനാധ്വാനമാണ്. ചത്തു പണിയെടുക്കുകയാണ്. താൻ ചത്തു മീൻ പിടിക്കുന്ന ആ ഒരു പ്രിൻസിപ്പിൾ, ചത്തു കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ശുശ്രൂഷകരുടെ ആ ജീവിതത്തിൻ്റെ അനുഭവത്തിന് മുമ്പിൽ നിന്നിട്ടാണ് അച്ഛൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കർത്താവേ, ഈ പ്രിയപ്പെട്ട എല്ലാ മക്കളുടെ മേൽ അനോയിൻറ്റിങ് ചൊരിയണമേ. ഈശോയെ, ഈ ആരാധനയുടെ സമയത്ത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ കരുണ സകല കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടാൻ ഇടവരുത്തണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായ ഈശോ ഇന്ന് അനേക തരത്തിൽ വ്യസനിക്കുന്ന വ്യഥയനുഭവിക്കുന്ന ശരീരങ്ങളെ സുഖപ്പെടുത്തുകയാണ്. അലസതയുടെയും സുഖലോലുപതയുടെയും പലതരത്തിലുള്ള ദുരാസക്തികളുടെയും കഠിന ബന്ധനത്തിൽ ഞെരുങ്ങി അമർന്നു പോകുന്ന ജീവിതങ്ങളെ ഈ സമയം കർത്താവ് തൻ്റെ വചനമയച്ച് മുള്ളുകളിൽ നിന്നും മുൾപടർപ്പിൽ നിന്നും അവരെ വിമോചിപ്പിക്കുകയാണ്. മുള്ളുകളും മുൾപടർപ്പുകളും കത്തിച്ചാമ്പലായി പോകുന്ന സമയമാണിത്. ഒരുപാട് അലസത, ഒരുപാട് തരത്തിലുള്ള സുഖലോലുപത, ഒരുപാട് ദുരാസക്തികൾ, ഒരുപാട് തരത്തിലുള്ള ശരീരത്തിൻ്റെ പ്രവണതകൾ, മനസ്സിൻ്റെ പലതരത്തിലുള്ള ദുർസ്വഭാവങ്ങൾ ഇന്ന് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക. എല്ലാ മക്കളും മുട്ടുമേൽ നിൽക്കുകയാണ്. ഈശോയോട് പറയണം, കർത്താവെ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ജെറമിയ 17:14, കർത്താവേ അങ്ങ് എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. അലസതയിൽ നിന്ന് രക്ഷിക്കണമേ, ദുർസ്വഭാവങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കണമേ, പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, ലോകത്തിൻ്റെ കഠിന ബന്ധനങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഈ ലോകത്തിന് അനുരൂപരാകാതെ കഠിനാധ്വാനം ചെയ്യാനുള്ള കൃപ തരണമേ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. കുട്ടികൾ ഇപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഓൾ ചിൽഡ്രൻ പ്ലീസ് പ്രേ, പ്രേ അഗൈൻ ഐ സേ പ്ലീസ് പ്രേ. രണ്ട് കരങ്ങൾ ഉയർത്ത് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ, ഞാനിതാ വിളിക്കുന്നു. എല്ലാ ദൈവമക്കളും കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുക. മക്കളെ, തളർന്നു പോകരുത്, തളർന്നു പോകരുത്. ജീവിത യാതനകളുടെ നടുവിൽ തളർന്നു പോകരുത്. ശുശ്രൂഷയിൽ തളർന്നു പോകരുത്. ദൈവത്തിന്റെ ശുശ്രൂഷയിൽ തളർന്നു പോകരുത്. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, ഈശോ, എന്റെ യേശുവേ,